ഹായ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എനിക്ക് ഉണ്ടായ ഒരു സന്തോഷകരമായ ഒരു കാര്യമാണ്. അത് സന്തോഷകരമായ ഒരു കാര്യമൊന്നും പറയാൻ പറ്റില്ല, അതൊരു ജേണിയാണ്. അതായത് പക്ഷെ ഇത് കാണുന്ന നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൽ കാണുന്ന ഒരാൾക്കെങ്കിലും ഈ വീഡിയോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം. കാരണം ഇത് എൻ്റെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം ഒരു 2-3 വീഡിയോ ഇതിൽ ഇട്ടിട്ടുള്ളൂ ഓൾറെഡി. ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ഈ ഒരു മാസം, ഈ ഏപ്രിൽ മാസം ഞാനൊരു സ്ഥലം എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതി ഫുള്ള് നമ്മൾ എഴുതി അങ്ങനെ എടുത്തില്ല. അതായത് നമ്മൾ ഒരു പ്രോപ്പർട്ടി കണ്ടു, ഇഷ്ടപ്പെട്ടു, അത് 1 ലക്ഷം രൂപ ഞാൻ അഡ്വാൻസ് കൊടുത്തതിന് ശേഷം ഞാനത് 11 മാസത്തേക്കായിട്ട് ഞാനത് എഗ്രിമെന്റ് എഴുതി. ബാക്കി പൈസ ഈ 11 മാസത്തിനകത്ത് കൊടുത്ത് നമുക്ക് ബാക്കി എഴുതാം എന്നുള്ള രീതിക്ക് ഞാൻ എഴുതി. സ്ഥലം എന്നുള്ളത് 9.7 സെന്റ് സ്ഥലമേ ഉള്ളൂ. അത് മതി ഒരാൾക്ക്. നമുക്കൊരു വീട് വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടേതായ കാര്യങ്ങൾ, കൃഷിയും കാര്യങ്ങളും ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് അത് മതി. അത് തന്നെ നമുക്ക് ധാരാളം നമ്മുടെ കാര്യങ്ങൾക്ക് എല്ലാവരും യൂസ് ചെയ്യാം. പിന്നെ അതെന്ന് പറഞ്ഞാൽ ഞാനിത് ചെയ്യുന്ന സ്ഥലം വാങ്ങിച്ച് വീട് വെക്കുക എന്നുള്ളത് എല്ലാവർക്കും ആഗ്രഹമായിരിക്കും. ഒരുപാട് വർഷത്തെ ഒരു ആഗ്രഹമായിരുന്നു എനിക്കൊരു വീട് വെക്കുക എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരു വാടക വീട്ടിൽ ഏകദേശം ഒരു 10-11 വാടക വീട് ഞാൻ മാറിയിട്ടുണ്ട്. ഇത് ശരിക്കും എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് അറിയാമോ അറിയില്ല, ഞാൻ ദുബായിലാണുള്ളത്, നാട്ടിലല്ല ഞാനുള്ളത്. ഞാൻ പക്ഷെ പ്രോപ്പർട്ടി ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഞാൻ നാട്ടില് ഈ ഒരു എഗ്രിമെന്റ് തയ്യാറാക്കുന്നത്. അപ്പൊ എനിക്ക് ഒരുപാട് സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് എന്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ ഈ നാട്ടിലെ OLX എന്ന് പറഞ്ഞൊരു ഇതില്ലേ, അത് ഞാൻ നോക്കുമായിരുന്നു. എവിടെ സ്ഥലമുണ്ട്, വിൽക്കാൻ എവിടെ സ്ഥലമുണ്ട്. പക്ഷെ എനിക്ക് എന്റെ കയ്യിൽ പൈസ ഉള്ളെങ്കിലും ഞാൻ വെറുതെ അവർക്ക് ഇപ്പൊ 2 ലക്ഷം, 1 സെന്റ് 2 ലക്ഷം രൂപയുടെ സ്ഥലമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ 1,50,000 തരോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പേ എന്റെ ഒരു സ്വഭാവം. പുള്ളിക്കാരനോട് ഇങ്ങനെ OLX കണ്ടിട്ട് ഞാനിങ്ങനെ ചോദിച്ചു, ഇങ്ങനെ വസ്തു എനിക്ക് താല്പര്യമുണ്ട് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ 11 മാസം ആദ്യം ഒരു 1 ലക്ഷം രൂപ അഡ്വാൻസ് തന്നിട്ട് 11 മാസത്തെ സമയം തരുവാണെങ്കിൽ ഇത് എടുക്കാം എന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ തന്നെ പറ്റില്ല, അത്രയും സമയം തരാൻ പറ്റില്ല. അപ്പൊ ഈ സ്ഥലം നോക്കിയപ്പോ കാണും എനിക്ക് അറിയാവുന്ന സ്ഥലമാണ്. അപ്പൊ ഈ സ്ഥലം ഇവിടെ അല്ലേ, ഇത് ഈ സ്ഥലമല്ലേ എന്നൊക്കെ ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോ പുള്ളിക്കാരൻ ആണ് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അങ്ങനെ അവസാനം എങ്ങനെയോ പുള്ളിക്കാരൻ സമ്മതിച്ചു. പുള്ളിക്കാരൻ സിംഗപ്പൂര. അപ്പൊ സമ്മതിച്ചു. പക്ഷെ പിന്നെ എനിക്ക് സംശയം, ഞാൻ ഇവിടെ നിന്നിട്ട് ഞാൻ ആരെ ഏൽപ്പിക്കും, ആരെക്കൊണ്ട് ഞാൻ ആ സ്ഥലം നോക്കിപ്പിക്കും. അപ്പോഴാണ് അതെനിക്ക് വളരെ സഹായമായി. ഞാൻ വന്നിട്ട് നമ്മുടെ നാട്ടിലെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പം എനിക്ക് സഹായമായി എന്ന് വെച്ചാൽ ഇതിനു മുന്നേ ഞാൻ OLX തന്നെ നോക്കിയ വേറൊരു വ്യക്തി ഒരു 7 സെന്റ് സ്ഥലം നോക്കിയായിരുന്നു അതിനടുത്തായിട്ട് തന്നെ. അപ്പൊ ആ പുള്ളിക്കാരൻ ഞാൻ ഇതുപോലെ പക്ഷെ പുള്ളിക്കാരൻ അത് എഞ്ചിനീയർ ആയിരുന്നു. അങ്ങനെ ഞാൻ ഈ പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, എങ്ങനെയാണ് എന്താന്നൊക്കെ ചോദിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു ഓക്കെ കുഴപ്പമൊന്നുമില്ല, എന്നെ വിശ്വസിക്കാം, എനിക്ക് ഞാൻ ഇത് എന്താന്ന് വെച്ച് നോക്കി എല്ലാമൊക്കെ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അതിന്റെ ഇതായിട്ടങ്ങ് നീങ്ങി. സത്യം പറഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ ആ സ്ഥലം നോക്കി. ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് 1 ലക്ഷം രൂപ എനിക്ക് അഡ്വാൻസ് കൊടുക്കാനും ആ സംഭവം എല്ലാ കാര്യങ്ങളും നോക്കി അത് എഴുതി ഈ പറഞ്ഞ കണക്ക് ആ ഒരു എഗ്രിമെന്റ് ഇപ്പൊ എന്റെ കയ്യിൽ കിട്ടി. അപ്പൊ ഇതെന്ന് പറയുന്നത് എനിക്ക് ഇതിലുള്ള ഡൗട്ട്, ഇത് മെയിനായിട്ട് മെറ്ററിലോട്ട് വരുന്നില്ല. ഇത് ആദ്യം നമ്മളൊരു സ്ഥലം വാങ്ങിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ആ സ്ഥലം കാണണം. അപ്പൊ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ആ പുള്ളിക്കാരൻ ഞാൻ പറയാം, പേര് ശ്രീരാജ് എന്നാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാം കേട്ടോ, പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. പുള്ളിക്കാരൻ ഒരു എഞ്ചിനീയർ ആണ്. അപ്പോ പുള്ളിക്കാരൻ വിശ്വസ്തമായിട്ട് എല്ലാ രീതിയിലും വീട് വെക്കുന്നതിനായാലും ഇതുപോലുള്ള ഹെൽപ്പുകൾ ചെയ്യുന്നതിനായാലും പുള്ളിക്കാരൻ എന്താണ് എത്ര രൂപ സർവീസ് ചാർജ് എന്ന് ചോദിച്ച് ആ പുള്ളിക്കാരൻ അത് കൊടുത്തു കഴിഞ്ഞാൽ വിശ്വാസമായിട്ട് നമുക്ക് എവിടെ ഇരുന്നും ആ പുള്ളിക്കാരനെ കൊടുത്ത് നമുക്ക് ബന്ധിപ്പിക്കാം. ട്രിവാൻഡ്രം കൊല്ലം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നു കഴിഞ്ഞാൽ നമ്പർ ഞാൻ തരാം. കൊല്ലം ട്രിവാൻഡ്രം ഭാഗത്തുള്ളവർക്ക് ആർക്കുവാണെങ്കിലും എനിക്ക് തോന്നുന്നു പുള്ളിക്കാരനെ ബന്ധപ്പെടാം, പുള്ളിക്കാരനായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോ ആദ്യം ചെയ്യുന്നത് വസ്തു ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പോ ആ വ്യക്തി ആ വസ്തു പോയിട്ട് വീഡിയോ എടുത്ത് പിന്നെ ഡയറക്റ്റ് എനിക്ക് വീഡിയോ കോളുമായിട്ട് വന്ന് ആ വസ്തു എനിക്ക് കാണിച്ചു തന്നു, വഴി കാണിച്ചു തന്നു. അങ്ങനെ കറക്റ്റ് ഒരു വീഡിയോ ആയിട്ട് പിന്നെ ഓൾറെഡി എനിക്ക് വഴിയും കാര്യങ്ങളും എനിക്ക് അറിയാമായിരുന്നു, എല്ലാം കാണിച്ചു തന്നു. അപ്പം അടുത്ത സ്റ്റെപ്പ് അപ്പൊ ഞാൻ കണ്ടു, എനിക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടു. അടുത്ത സ്റ്റെപ്പ് നമ്മളൊരു സ്ഥലം വാങ്ങിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, നമുക്ക് ഇതിന് വല്ല ലോൺ ഉണ്ടോ അല്ലെങ്കിൽ ബാധ്യത ഉണ്ടോ നമുക്ക് അറിയണം. അപ്പോ ഈ വ്യക്തിക്ക് പറഞ്ഞു 21 വർഷത്തെ ബാധ്യതാ സർട്ടിഫിക്കറ്റ് നമ്മൾ എവിടെ നിന്ന് എടുത്തു,
ഇവിടുന്ന് വില്ലേജ് ഓഫീസിൽ നമ്മൾ 21 വർഷത്തെ ബാധ്യത സർട്ടിഫിക്കറ്റ് അപേക്ഷ കൊടുത്തെടുത്തു. അതൊന്നും ഞാനല്ല ചെയ്തത്, ഈ പറഞ്ഞ വ്യക്തിയാണ് എനിക്ക് ചെയ്തു തന്നത്. അപ്പൊ 21 വർഷത്തെ ബാധ്യത സർട്ടിഫിക്കറ്റ് എടുത്തു. ബാധ്യത സർട്ടിഫിക്കറ്റ് എടുത്തതിന് ശേഷം ഇതിന്റെ ചെലവ് ഞാൻ പറഞ്ഞാൽ കേട്ടോ, ഇതിൽ എത്ര രൂപയായി, അതായത് ഈ ചെലവ്, അതായത് വില്ലേജ് ഓഫീസിലൊക്കെ നമ്മൾ കൊടുത്ത ഇതിന് ആ ചെലവ്. 21 വർഷത്തെ ബാധ്യത സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്ത് അതെടുത്തു. പിന്നെ അതുപോലെ തന്നെ ലൊക്കേഷൻ സ്കെച്ച് എടുത്തു, ആ സ്ഥലത്തിന്റെ ലൊക്കേഷൻ സ്കെച്ച് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നൊരു ബാധ്യതയായിരുന്നു ഈ നമ്മൾ, കാരണം നമ്മളിപ്പോ ബാധ്യത ഇല്ലെന്ന് പറഞ്ഞു, പിന്നെ ലൊക്കേഷൻ നമ്മൾ എടുത്തു, ആ സ്കെച്ച് എടുത്തു. പിന്നെ അടുത്ത് നമുക്ക് വേണ്ടത് ഈ ഒരു സ്ഥലം നമുക്കൊരു സർവേറിനെ കൊണ്ടുവന്ന് അളക്കണം. അളന്ന് നമുക്കറിയണ്ടേ ഈ ഇവര് പറഞ്ഞ സ്ഥലം എത്രയും ഉണ്ടോ, അതിൽ കൂടുതലുണ്ടോ അല്ലെങ്കിൽ കുറവുണ്ടോ, അതില് നമ്മൾ അളക്കുമ്പോൾ എത്ര ഉണ്ടോ അതിനുള്ള എമൗണ്ട് നമ്മൾ കൊടുത്താൽ മതി. ഒരു സെന്റിന് ഇത്ര വെച്ചിട്ട് ആ ഒരു ഇത്ര എമൗണ്ട് നമ്മൾ കൊടുത്താൽ മതി. പിന്നെ ഒരു സർവേറിനെ കൊണ്ടുവന്ന് അത് അളന്ന് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ എന്റെ ഏറ്റവും വലിയ ചിലപ്പോൾ ചിലർ കാണുമായിരിക്കും സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ എഗ്രിമെന്റ് എഴുതണമല്ലോ. ഇത് എഗ്രിമെന്റ് എഴുതണം, അതായത് 1 ലക്ഷം രൂപ നമ്മൾ കൊടുക്കുന്നു. ആ 1 ലക്ഷം രൂപ കൊടുത്തിട്ട് പിന്നെ ബാക്കി 11 മാസത്തിനകത്താണ് നമ്മൾ ബാക്കി കൂടെ കൊടുത്ത് എഴുതുന്നത്. ഇതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട് അഗ്രിമെന്റിനകത്ത്, അത് അവർക്കറിയാം, അവരത് എന്തെങ്കിലും എഴുതിക്കോളും. അപ്പൊ എന്റെ ഒരു സംശയം എന്ന് വെച്ചാൽ, ഇത് നമ്മൾ ആധാർ എഴുതുന്ന ആൾക്കാരില്ലേ, വസ്തു പ്രമാണം ചെയ്യുന്ന, അവരാണ് ഇത് നമുക്ക് എഴുതി തരുന്നതാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, അത് എന്ന് പറഞ്ഞാൽ ഒരു അഡ്വക്കേറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു കരാർ നമുക്ക് എഴുതി തരുന്നത്. എഗ്രിമെന്റ് തയ്യാറാക്കുന്നത് ഒരു അഡ്വക്കേറ്റ് ആണ്. അതിന്റെ ചെലവ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ബാധ്യതാ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ 21 വർഷത്തെ ബാധ്യതാ സർട്ടിഫിക്കറ്റ്, അതിന് എനിക്കായത് 380 രൂപയാണ്. പിന്നെ വന്നിട്ട് നമ്മൾ ലൊക്കേഷൻ സ്കെച്ച് എടുത്തു 120 രൂപ. പിന്നെ ഇതേ സംഭവം തന്നെ ഞാൻ ആദ്യം ഒരു സർവേ തന്നെ ഓൺലൈനിൽ വിളിച്ചിട്ട് ഞാൻ പുള്ളിക്കാരോട് സംസാരിച്ചായിരുന്നു, എന്തൊക്കെ വേണം, നമുക്ക് എത്ര രൂപയാണ് ചാർജ് ചെയ്തത്, ബാധ്യതാ സർട്ടിഫിക്കറ്റ് ഈ ലൊക്കേഷൻ ഇത് എടുക്കുന്നത്. അപ്പൊ ആ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു 1500 രൂപയെന്ന് പറഞ്ഞു. വാട്സാപ്പില് അത് നമ്മളെ കരമടച്ചയുടെ രസീതും പിന്നെ പ്രമാണത്തിന്റെ കോപ്പിയായിട്ട് വാട്സാപ്പിൽ ഇടുക. പിന്നെ ഫീസ് ഗൂഗിൾ പേയോ ഫോൺ പേയോ ആയിട്ട് അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പറിലോട്ടോ ഫീസ് 1500 രൂപ അയക്കുക. അത് ഇത് നമ്മൾ ബാധ്യത സർട്ടിഫിക്കറ്റും ലൊക്കേഷൻ സ്കെച്ചും നമുക്ക് എടുത്തു തരാം എന്ന് പറഞ്ഞു. ബാക്കി അളന്ന് എടുക്കുന്നവർക്ക് ബാക്കി വേറെ പൈസയാണ്. ഇത് ബാധ്യത ഇല്ലെന്ന് അറിയുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ഡയറക്റ്റ് പോയപ്പോ നമുക്ക് 500 രൂപയാണ്. 500 രൂപ 500 രൂപയുടെ സ്ഥലത്താണ് സർവീസ് ചാർജ് എടുത്ത് 1500 രൂപ സാറ് എന്നോട് പറഞ്ഞതാണ്. അപ്പൊ അത് കഴിഞ്ഞു പിന്നെ വന്നിട്ട് ഈ സർവേറിനെ കൊണ്ട് നമ്മൾ അളന്നില്ലേ, അപ്പൊ സർവേറിനെ അളക്കാനായിട്ട് 2000 രൂപയാണ്. പിന്നെ വന്നിട്ട് നമുക്ക് കരാറ്, നമുക്ക് അഡ്വക്കേറ്റ് എഴുതുന്ന കരാർ, അത് 4000 രൂപ. അങ്ങനെ മൊത്തം നമുക്കായത് തൊട്ടും 6500 രൂപയാണ്. ഈ ഒരു ഇനത്തിൽ നമ്മള് ബാധ്യത സർട്ടിഫിക്കറ്റ് എടുത്തു, ലൊക്കേഷൻ സ്കെച്ച് എടുത്തു, നമ്മള് സർവേറിനെ കൊണ്ട് വെച്ച അളന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കരാർ എഴുതി അല്ലെ. കരാർ എഴുതി 4000 രൂപയില് ഈ പത്രം നമ്മൾ വായിച്ചു കൊടുക്കുന്ന പത്രം ഉൾപ്പെടെയാണ് ആ 4000 രൂപ വരുന്നത്. ആ അഡ്വക്കേറ്റ് എഴുതുന്ന കരാർ എഴുതിയത് വന്നത് 4000 രൂപ. പലർക്കും പല അഡ്വക്കേറ്റും പല ഫീസാണ്. 7000 ഉണ്ട്, 2000 ഉണ്ട്, 10000 ഒക്കെ വായിക്കുന്നവരുണ്ട്. പക്ഷെ ഇത് ആയത് 4000 രൂപയാണ്. പിന്നെ എനിക്ക് അടുത്തൊരു സംശയം ഉണ്ടായിരുന്നത്, ഈ ശരിക്കുള്ള പ്രോപ്പർട്ടി ഓണറില്ലേ, ആ ആള് നമുക്ക് എഴുതി തരുമ്പോ നമ്മളും ഒപ്പിട്ട് ഒരു കോപ്പി അവർക്ക് കൊടുക്കണം എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ആ പ്രോപ്പർട്ടി ഓണറാണ് നമുക്ക് ഇത് ഒപ്പിട്ട് നമുക്ക് തരുന്നത്. നമ്മളതിന് ഒപ്പോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും നമ്മൾ ചെയ്യാതിരിക്കുക ഒന്നും വേണ്ട. നമ്മളതായി യാതൊരു ഒപ്പും നമുക്ക് വേണ്ട. അങ്ങനെ എനിക്ക് അതെല്ലാം ചെയ്ത് എനിക്ക് ആ ഒരു പ്രമാണം കയ്യിലെത്തിയിട്ടുണ്ട്. ആ ഒരു സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പറയാൻ. വീഡിയോ ഒരു ലോങ് ആയി പോയോന്ന് അറിയത്തില്ല. എന്തായാലും നിങ്ങൾ ചിലപ്പോൾ ഇതൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ ചിലർക്ക് തോന്നരുത് ഇതൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ, പിന്നെ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ സംസാരിക്കും, ഒരു വീഡിയോ ആയിട്ടൊക്കെ ഇടുന്നത് എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഏറ്റവും വലിയ സ്വപ്നമാണ് വീട് എന്നുള്ളൊരു സ്വപ്നം. അപ്പൊ അതിന് വരുന്ന കടമ്പ, അതിന്റെ ഒരു ടെൻഷൻ, അത് പൂർണ്ണമായിട്ട് അനുഭവിച്ച എന്നൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കിത് നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇത് നമ്മളിപ്പോ 1 ലക്ഷം രൂപ കൊടുത്ത് അഡ്വാൻസ് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് 11 മാസത്തെ അകത്ത് വെച്ച് എനിക്കിത് എഴുതിയെടുക്കണം. അതിന് ദൈവം എന്നെ സഹായിക്കട്ടെ.
ഒരു വിഭാഗം ആൾക്കാരോട് പറയാം, ഈ വസ്തുക്കളൊക്കെ ഉള്ള അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് വസ്തു വിൽക്കാൻ നിൽക്കുന്നവരോടെല്ലാം അയാൾ വസ്തു കൊടുക്കണം നമുക്ക്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരോട് ഞാൻ പറയുകയാണ്. ഇതുപോലെ വസ്തു ഉള്ളവർക്ക് വേഗം ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്, ഇല്ലാത്തവർക്ക് ശരിക്കും ഒന്നും കൊടുക്കാറില്ല. അപ്പൊ ഇങ്ങനെ സാധാരണയായിട്ട് നമുക്ക് ഒരു മാസം കൊണ്ട് 2 മാസമായിട്ട് നമുക്ക് വസ്തു നേടിയെടുക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ ഒരു 11 മാസം അല്ലെങ്കിൽ ആ ഒരു സമയമൊക്കെ നമുക്ക് കൊടുക്കുക അവർക്ക്. കാരണം എല്ലാവരെയും പോലെ അവർക്കും ആഗ്രഹം കാണും വസ്തു, ഒരു വീട് വെക്കാനും വസ്തു വാങ്ങിക്കാനും വീട് വെക്കാനും. നമുക്കിപ്പം സ്വന്തമായിട്ടുള്ള ഒരു വസ്തു ആണെങ്കിൽ ചെറ്റക്കുടിൽ വെച്ച് താമസിച്ചാലും ആരും ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. അപ്പം അത് ഈ സ്ഥലമൊക്കെ ഉള്ളവര് കൊടുക്കാൻ നിൽക്കുമ്പോൾ ഒന്ന് ആലോചിക്കാം. കാരണം എന്റെ തന്നെ വർഷങ്ങൾ ആയിട്ടുള്ള ഒരു പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഞാൻ ഇതൊരു അഡ്വാൻസ് കൊടുത്തൊരു എഗ്രിമെന്റ് ചെയ്യുന്നത്. എന്തായാലും സന്തോഷം നിങ്ങളോട് എനിക്കിത് ഷെയർ ചെയ്യാൻ പറ്റിയതില്. എന്താ ഞാൻ പറയണ്ട, എനിക്ക് പറയാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് എനിക്ക് സന്തോഷമുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ഒരാൾക്കെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യുക.